നമസ്കാരം. ഞാൻ ഹരി ഇ.എൻ. ഒരു വെൽനസ് ഗൈഡായിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ പൊതുസമൂഹം തന്നെ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഈ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ഇത്രയേറെ ബോധവാന്മാരായ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറായ ഒരു കാലഘട്ടമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് കൊറോണ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ വൈറസുകൾ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ എങ്ങനെ അത് എഫക്റ്റ് ചെയ്തു എന്നത്, എന്താണ് ആരോഗ്യപരമായ അല്ലെങ്കിൽ ഒരു പ്രതിരോധശേഷി നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയും അല്ലാത്ത ഒരു അവസ്ഥകളുള്ള ഒരു വ്യക്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ ആരോഗ്യത്തെ സംബന്ധിച്ച് നാം ഇതുവരെ പിന്തുടർന്നു വന്ന കാഴ്ചപ്പാട് തന്നെ മാറി മറിയുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടം. ആ ഒരു സമയത്തോടു കൂടി നാം ഏകദേശം നമ്മുടെ പൊതുസമൂഹം ആരോഗ്യമെന്ന് പറയുന്നത് ഇത്രയും നാൾ നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ചിന്തിച്ചത് പോലെ പോയാൽ ആരോഗ്യകരമായി ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് വളരെയധികം ബോധവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പല മേഖലകളിൽ നിന്നും പലതരം സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെയായി നമുക്ക് ആരോഗ്യത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ വെൽനസ്സിനെ പറ്റിയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയ വഴിയും മറ്റു പല സംഘടനകൾ വഴിയും നമുക്ക് ലഭ്യം. നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ നിന്നും ബോധവൽക്കരണ പരിപാടികളും മറ്റും ധാരാളമായി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്നാൽ എത്രത്തോളം നാം ഇതിനെയെല്ലാം ഉപയോഗപ്പെടുത്തുന്നു അല്ലെങ്കിൽ പ്രായോഗികമായി അത് പ്രാവർത്തികമാക്കുന്നു എന്നത് ഇനിയും വളരെയധികം മാറ്റം വരുവാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ ബഹുദൂരം മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ നാം ഇന്ന് കടന്നു പോകുന്ന അസുഖങ്ങൾ ഒട്ടുമുക്കാലും അല്ലെങ്കിൽ മനുഷ്യരാശിയെ മരണത്തിലേക്ക് എത്തിക്കുന്ന അസുഖങ്ങൾ മുൻ കാലഘട്ടങ്ങളിലെ പോലെ പകർച്ചവ്യാധികൾ ഒരു വിഭാഗം നിൽക്കുന്നുവെങ്കിലും അതിനേക്കാളെല്ലാം ആ ഒരു പ്രത്യേക സമയം കൊണ്ട് വാക്സിനേഷൻ കൊണ്ടും ഈ പകർച്ചവ്യാധികളൊക്കെ നമുക്ക് കൊറോണയെ പോലും പിടിച്ചു കെട്ടുവാൻ സാധിച്ചു. എന്നാൽ ഇത്രയും നമ്മുടെ ആരോഗ്യ മേഖല ശാസ്ത്ര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടും ആ മേഖലയിൽ നടക്കുന്ന പുരോഗതികൾ, പഠനങ്ങൾ, അതിൻ്റെ റിസൾട്ടായി നമുക്ക് വരുന്ന ചികിത്സാ സൗകര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടും ഇന്ന് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാള ദേശത്ത് കേരളത്തിൽ പല ജീവിതശൈലി രോഗങ്ങളുടെയും തലസ്ഥാനമാണ് കേരളമെന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ഏറെക്കുറെ ഇതിൽ എന്താണ് ഇതിന് കാരണമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിത ശൈലി അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, എല്ലാ കാര്യത്തിലും പുരോഗതിയെ അല്ലെങ്കിൽ പുതിയ ഒരു കൺസെപ്റ്റിനെ വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും, അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധരായ ഒരു ജനതയാണ് കേരള ജനത. പലപ്പോഴും അത് ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് നേടിത്തരുന്ന സൗകര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, ഈ പറയുന്ന രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഏറെക്കുറെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട അല്ലെങ്കിൽ നാം പാലിക്കേണ്ട പല ലൈഫ് സ്റ്റൈലുകളും ജീവിത രീതികൾ അത് നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഈ ജീവിത രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആധുനിക സൗകര്യങ്ങളുടെയും നമ്മുടെ ജീവിത പ്രാരബ്ധങ്ങളുടെയും ജോലി സംബന്ധമായ തിരക്കുകളുടെയും പിന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ, അതല്ലെങ്കിൽ ഇന്നത്തെ ഇൻഫർമേഷൻ ഏജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നാം ഇതിനു വേണ്ടിയും കണ്ടെത്തേണ്ടിയിരിക്കും. വിനോദത്തിന് വേണ്ടിയായാലും വിവരം പഠിക്കുവാൻ വേണ്ടിയായാലും ഒക്കെ നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ സോഷ്യൽ മീഡിയകളും മറ്റ് ഇൻഫർമേഷൻ ഗാഡ്ജറ്റുകൾ, ഉപാധികൾ നമുക്ക് വളരെയധികം ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ മുൻ കാലഘട്ടത്തിലെ പോലെ നമ്മുടെ ശാരീരികമായ അധ്വാനം വളരെയധികം കുറയുകയും നമുക്ക് പലതരം സൗകര്യങ്ങൾ, ജീവിത സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ
കൂടുതലായി നമുക്ക് വന്ന് ഭവിക്കുവാൻ തുടങ്ങി. ഏറെക്കുറെ പ്രബുദ്ധരാണെങ്കിലും നാം പലപ്പോഴും നമ്മുടെ ജീവിത മാർഗത്തിനു വേണ്ടിയും നമുക്ക് ലഭ്യമായിരിക്കുന്ന സൗകര്യങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നതുകൊണ്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ് ഏറെക്കുറെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്താണ് ആരോഗ്യം? നമുക്ക് ആ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് എ merely the absence of diseases or infirmity. ഇതുകൊണ്ട് WHO തന്നെ പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് കേവലം അസുഖങ്ങളില്ലാത്ത ഒരു കണ്ടീഷൻ അല്ല എന്നതാണ്. അതായത് രോഗങ്ങളില്ലാത്ത ഒരു കണ്ടീഷൻ മാത്രമല്ല ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമുക്ക് മാനസികമായും സാമൂഹികമായും ഏതു തരത്തിലൊക്കെ നമുക്ക് ഇൻവോൾവ് ആകേണ്ടതുണ്ടോ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതിനൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുവാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ നല്ലതും മോശവും തരംതിരിച്ച് മനസ്സിലാക്കി യുക്തിപൂർവം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നത്, നാം ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും കാണാൻ നമുക്ക് നല്ല ആരോഗ്യകരമായ ഒരു ശരീരവും ഇതൊക്കെയും ഉണ്ടെങ്കിലും ഏറെക്കുറെ ആൾക്കാരെ നോക്കുമ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മരുന്നുകൾ കഴിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് എന്ന് കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദൂഷ്യം എന്ന് പറയുന്നത്, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ നിന്ന് മോചനം ഇല്ല എന്നതാണ്. മെഡിക്കൽ സയൻസിൻ്റെ ഇത്രയും വലിയ സപ്പോർട്ട് ഉണ്ടായിട്ടും ഇത്രയേറെ കണ്ടുപിടുത്തങ്ങളും ചികിത്സാ രീതികളും നമുക്ക് അവലംബിക്കുവാൻ സാധിച്ചിട്ടും ഹോസ്പിറ്റലുകളും മറ്റു പരിശോധനാ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് പുതിയ തലമുറ കൂടി ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ പിടിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ വരുമ്പോഴാണ് ഈ ആരോഗ്യം എന്നതിൻ്റെ ഡെഫിനിഷൻ മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വന്നാൽ എന്താണ് അവസ്ഥ? നാം ചുറ്റുപാടും കാണുമ്പോഴും ആ ഒരു സമയത്ത് നമ്മളെ ചെറിയ പ്രായത്തിലുള്ള തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രത്യേകമായും പറയേണ്ട ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് പ്രമേഹം എന്ന് പറയുന്നത്. അതുപോലെ അമിതമായ രക്തസമ്മർദ്ദം, അമിതമായ കൊളസ്ട്രോൾ ലെവൽ, ഈ പറയുന്ന കാര്യങ്ങളെ ഏകദേശം കാരണമായി കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മെറ്റാബോളിസത്തിൻ്റെ അസന്തുലിതാവസ്ഥ കൊണ്ടാണ് ഏറെക്കുറെ ഈ പ്രമേഹം, കൊളസ്ട്രോൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനെ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്. പക്ഷേ ഈ ചികിത്സാ സമ്പ്രദായം കൊണ്ട് മാത്രം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സാധ്യമല്ല എന്ന് വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് എങ്ങനെ നമുക്ക് എത്തിപ്പെടാതെ ഇരിക്കാം, ഇനി വരുന്ന തലമുറയ്ക്ക് അത് വരാതിരിക്കാം, ഈ കാര്യങ്ങളാണ് വെൽനസ് എന്ന കൺസെപ്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ കേവലം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, പിന്നെ പ്രോട്ടീൻ അടങ്ങിയതാണ്, ഒരു ഷെയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആരോഗ്യം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിയാണോ, ശരിക്കും ഉള്ളതാണോ, നമുക്ക് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനിലേക്ക് ഓരോ വ്യക്തികളെയും കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പല മേഖലകളിൽ നിന്ന് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒരേ കാര്യത്തിനെ പറ്റി കിട്ടുമ്പോൾ ഇതിലേത് ഞാൻ സ്വീകരിക്കണമെന്ന ഒരു കൺഫ്യൂഷനിലേക്ക് സ്വീകർത്താക്കൾ അല്ലെങ്കിൽ ശ്രോതാക്കൾ എത്തിപ്പെടുന്ന ഒരു കണ്ടീഷനും ഇന്ന് കാണാം. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ശാസ്ത്രീയമായ അടിത്തറയോടുകൂടിയുള്ള ഇൻഫർമേഷൻസ് പകരുക, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്
പ്രിവെൻറ്റീവായ സെക്ടറുകളെ വെച്ചുകൊണ്ട് വെൽനെസ് എന്ന കൺസെപ്റ്റിനെ മനസ്സിലാക്കി കൊടുക്കുക, അതുപോലെ ഒരുമിച്ച് നമ്മളത് പ്രായോഗികമാക്കുക എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് പ്രോ ആക്റ്റീവേഴ്സ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി. നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് ഈ വീഡിയോ നിർത്താം. വീണ്ടും ആരോഗ്യമെന്നതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് കണ്ടുവരുന്ന എന്തൊക്കെയാണ് ആരോഗ്യ മേഖലയിൽ ആരോഗ്യത്തിനെ സംബന്ധിച്ച് ഒരു വ്യക്തിപരമായി നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇന്നത്തെ എന്തൊക്കെയാണ് ഹെൽത്ത് ചാലഞ്ചുകൾ, എന്തൊക്കെയാണ് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിലെ ക്രൈസിസ്, വിവിധ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും മറ്റു ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.